അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതയാത്രയിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുകയും ചെയ്യുന്നവർ എന്നു തുടങ്ങി ദൃഢവിശ്വാസികളെ കുറിച്ച് പരാമർശിക്കുന്നു. മനുഷ്യന്റെ ചിന്തയും കണ്ടുപിടുത്തങ്ങളും എത്ര വളർന്നാലും അതിന്റെ എല്ലാം അപ്പുറത്ത് നിലനിൽക്കുന്ന നിരവധി യാഥാർത്ഥ്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും അതിനപ്പുറത്തുമുണ്ട്. അദൃശ്യ കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അയാൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. ഗൈബിയായ കാര്യങ്ങളിലാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. എല്ലാ സൃഷ്ടികൾക്ക് പിന്നിലും ഒരു സ്രഷ്ടാവ് ഉണ്ടാകുമെന്നത് മനുഷ്യബുദ്ധിയുടെ തേട്ടമാണ്. ഏതൊരു നിർമ്മിതിയുടെയും പിന്നിൽ ഒരു നിർമ്മാതാവ് ഉണ്ടായിരിക്കലും നിർബന്ധമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ദൃഢവിശ്വാസമുണ്ടാകുന്നതിനായി വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മുഖിനീൻ. അപ്രകാരം ഇബ്രാഹിമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ദൃഢബോധമുള്ളവരുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ വേണ്ടിയും കൂടിയാണത്. ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവാണവൻ, അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യക്കാരനാകുന്നു. സുനഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈഇൻ. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അല്ലാഹുവിന്റെ പ്രവർത്തനമത്രേ അത്. 6 ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനായ റബ്ബ് ഒരു കുറവും പിഴവുമില്ലാതെയാണ് ഇവയെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സൃഷ്ടികൾക്ക് പകരമായി ഒന്നും സംവിധാനിക്കുവാൻ മനുഷ്യകരങ്ങൾക്ക് സാധ്യമല്ല. സൂര്യന്റെ ഉദയവും അസ്തമയവും ഗോളങ്ങളുടെ സഞ്ചാരവും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ അപാരമായ സൃഷ്ടിപ്പും കാറ്റിന്റെ ഗതിവിഗതികൾ, അവയുടെ ക്രമീകരണങ്ങൾ എല്ലാം മനുഷ്യരെ അത്ഭുതത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. ഇതിലൂടെ മനുഷ്യൻ അദൃശ്യനായ ലോകത്തിന്റെ റബ്ബിനെ കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യ ശരീരവും അതിലെ അവയവങ്ങളും മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു. അവയുടെ ആകൃതിയും രൂപവും മികച്ചതാക്കുന്നതിൽ മനുഷ്യർക്കൊരു പങ്കുമില്ല. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ? വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അറിവുള്ളവരല്ലാതെ അവയെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കുകയില്ല. വിശാല വിസ്തൃതമായ പ്രപഞ്ചത്തിലെ സൃഷ്ടികളിലൂടെ റബ്ബിന്റെ കഴിവ് മനസ്സിലാക്കി ജീവിത ലക്ഷ്യം തിരിച്ചറിയുവാൻ നാം തയ്യാറാവണം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ സൃഷ്ടികൾക്കും അതിന്റെ പ്രകൃതം നൽകുകയും വഴി കാണിക്കുകയും ചെയ്തവനാണ് റബ്ബ്. ആ റബ്ബ് തന്നെയാണ് വിഷമഘട്ടത്തിൽ നമ്മെ സഹായിക്കുക. യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. വിഷമഘട്ടത്തിൽ അവനോട് ദുആ ചെയ്താൽ അവൻ ഉത്തരം നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല ചിന്തയിലൂടെ നാഥനെ കണ്ടെത്തി ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിച്ച് മനുഷ്യന്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് നമ്മൾ റബ്ബിന്റെ സഹായവും കാരുണ്യവും ആവശ്യമുള്ളവരാണെന്നും മനസ്സിലാക്കി ജീവിതം നയിക്കുവാൻ നാം സന്നദ്ധരാവുക. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിച്ച് ജീവിതം നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ശ്രമിക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.